ഞാൻ സംസാരിക്കുമ്പോഴുള്ള കഴിയില്ല. ഇത് ഡിവൈഎഫ്ഐ ഓഫീസല്ല, മേയറല്ല, തിരുവനന്തപുരം നഗരസഭയോഗമല്ല, ഇത് തിരുവനന്തപുരം നഗരസഭയോഗമല്ല. അല്ല, ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ AKG സെന്ററിലെ തിട്ടൂരം മേടിച്ചിട്ടോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ തിട്ടൂരം മേടിച്ചോ ജീവിക്കുന്ന ആളല്ല. എനിക്ക് എന്റെ മനസ്സിലായോ? നഗരസഭയുടെ മേയറായി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ താങ്കൾ മര്യാദ ഉള്ളൂ, പുണ്യാളനാണോ അല്ലെങ്കിൽ മേയറാണോ എന്നുള്ളത് താങ്കൾ. കഴിഞ്ഞ ജൂൺ മാസം 30 അർദ്ധരാത്രി AKG സെന്റർ ആക്രമിക്കപ്പെടുന്നു. 57ാം നാൾ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ ആര്യ രാജേന്ദ്രൻ, എന്തുകൊണ്ടാണ് RSS BJP എന്ന് CPM ആരോപിക്കുന്നത്? 1.5 വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് BJP നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അത് കൗൺസിൽ യോഗത്തിനകത്തടക്കം അത്തരം പ്രശ്നങ്ങളാണ് നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. LDFന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയായിട്ടുള്ള വികസന മുന്നേറ്റ ജാഥ വഞ്ചൂർ വാർഡിൽ സ്വീകരണ പരിപാടികൾ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രവർത്തകർ അതിന്റെ ഇടയിലേക്ക് കയറുകയും അവിടുത്തെ വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീമതി ഗായത്രി ബാബുവിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് രാത്രി 2 മണിയോടുകൂടി, വെളുപ്പിന് 2 മണിയോടുകൂടി നമ്മുടെ പാർട്ടിയുടെ CPMന്റെ ഓഫീസ് ആക്രമിക്കുക എന്നത് ഒരു തുടർച്ചയായ സംഭവം എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് അതിന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അതിൽ നമ്മുടെ പ്രവർത്തകർ, ആ പാർട്ടിയുടെ പ്രവർത്തകർ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ CPM എന്ന പ്രസ്ഥാനമാണ്. ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള അക്രമത്തിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ആവർത്തിച്ച് നമ്മുടെ സഖാക്കളോട് സൂചിപ്പിച്ചത് എല്ലായിടത്തും പ്രതിഷേധ ധർണകൾ നടത്താം, പക്ഷേ ഒരു തരത്തിലേക്കുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്. ജനങ്ങളെ ഭയത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറല്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ആരും തയ്യാറാകില്ല എന്ന് പറഞ്ഞ പാർട്ടി ആണ് CPM എന്ന പ്രസ്ഥാനം. ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നു. എല്ലാവരും ഇവിടെ ABVPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം CPM അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ചു നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ അതൊരു ഓഫീസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടമാണോ? നിയമവിരുദ്ധമായി ചില ആളുകൾ അവിടെ ഓഫീസ് നടത്തുന്നുണ്ട് എന്ന വിഷയം BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ശ്രദ്ധയിലുള്ള വിഷയമാണോ? എങ്കിൽ താങ്കൾ അത് തിരുത്തണ്ടേ? താങ്കൾ ഈ നഗരസഭയിലെ ഒരു നിയമപരമായി കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. താങ്കൾ ഈ നഗരസഭയുടെ ഒരു കൗൺസിലറാണ്. അങ്ങനെയാണെങ്കിൽ കൗൺസിലിന്റെ അല്ലെങ്കിൽ നഗരസഭയുടെ നല്ല ഉദ്ദേശം താങ്കൾക്കുമുണ്ടെങ്കിൽ, അതിന്റെ പ്രവർത്തനങ്ങളിൽ നല്ല ഉദ്ദേശം താങ്കൾക്കുമുണ്ടെങ്കിൽ താങ്കളുടെ പ്രവർത്തകരെ തിരുത്തണ്ടേ? ബോർഡ് പോലും ഇല്ലാതെ ഒരു വീട്ടിനകത്ത് കുറച്ച് ആളുകൾ ഓടിക്കേറി പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനെ ചില പ്രവർത്തകർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ചർച്ച സംഘടിപ്പിക്കണം. അതിൽ മേയർ എന്നുള്ള നിലയിൽ എന്നെയും അതുപോലെ തന്നെ ശ്രീ VV രാജേഷിനെയും കൗൺസിലർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിക്കണം. ഞാൻ അതിന് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ എന്തോ സ്ത്രീകളോട് വലിയ നല്ല സമീപനമുള്ള ആളെ പോലെയാണ് ശ്രീ VV രാജേഷ് സംസാരിച്ചത്. അദ്ദേഹം എന്താ പരാമർശങ്ങൾ നടത്തുന്നത്? അദ്ദേഹത്തിന്റെ പരാമർശത്തെ ഞാൻ അതുപോലെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഈ ചർച്ചയെ പറഞ്ഞു ആ കുട്ടിയെ എന്തോ നമ്മൾ മോശപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത്. സ്ത്രീകളെ പറ്റി അത്ര ധാരണയുള്ള അല്ലെങ്കിൽ അത്ര സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരാളാണോ ഇന്ന് എന്നെ വ്യക്തിപരമായി, അല്ലെങ്കിൽ ഞാനത് വളരെ രസകരമായാണ് എടുക്കുന്നത്, ഇങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നത്? ആ കാര്യത്തെ പറ്റി ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ VV രാജേഷ്. മാധവ്, ഞാൻ ഈ ചർച്ചയിൽ 2 പോയിന്റുകൾ പറയാം. ഒന്ന്, ഓഫീസ് ആക്രമണം. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി പ്ലാൻ ചെയ്താണ് AKG സെന്ററിൽ പടക്കമെറിഞ്ഞത്. പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിന് ഇത്രയും ദിവസമായിട്ടും നഗരഹൃദയത്തിൽ ഒരു അവരുടെ ഓഫീസ് AK ഗോപാലൻ, ഈ പാർട്ടിയുടെ എല്ലാമായ AK ഗോപാലിന്റെ പേരിൽ ഉള്ള ഓഫീസിലേക്ക് പടക്കമെറിഞ്ഞവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയം. പിണറായി വിജയൻ കേരളത്തിൽ ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാണ് എന്നുള്ള തെളിഞ്ഞിരിക്കല്ലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു വിവാദത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ വേണ്ടി CPM പ്ലാൻ ചെയ്തതാണ് AKG സെന്റർ. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട്. AKG സെന്റർ ആക്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് 55 പേരുടെ 100 സീറ്റിൽ 55 പേരുടെ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന നഗരസഭ, സംസ്ഥാനം ഭരിക്കുന്ന LDF, ആ നഗരസഭയിലെയും കേരളത്തിലെ ഏറെക്കുറെ എല്ലാ നഗരസഭയിലെയും ഏറ്റവും വലിയ തൊഴിലാളി യൂണിയൻ KMCSU LDFന്റെ സംഘടന, ഇത്രയും സൗകര്യമുണ്ടായിട്ട് ഞങ്ങൾക്ക് ഭരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വികസനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ
ഞങ്ങൾ കഴിവില്ലാത്തവരെന്ന് അവർ തന്നെ ജാഥ നടത്തി സമ്മതിക്കുകയല്ലേ. ഇപ്പൊ തിരുവനന്തപുരം നഗരസഭയിൽ വീട്ടുകാരം തട്ടിപ്പ് നടത്തിയത് പ്രതിപക്ഷം കാരണമാണോ? അല്ലെങ്കിൽ കെട്ടിട നമ്പർ തട്ടിപ്പ് നടത്തിയിട്ട് ആ കേസിലെ പ്രതി MDMA കച്ചവടം നടത്താൻ പോയത് പ്രതിപക്ഷം കാരണമാണോ? തിരുവനന്തപുരം നഗരത്തിൽ എമ്പാടും തെരുവ് നായ്ക്കൾ അലയുന്നത് പ്രതിപക്ഷം കാരണമാണോ? വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴേക്ക് 1000 കോടി രൂപ 6 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കൊടുത്തിട്ട് ഇന്നും അത് പൂർത്തിയാക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പി തിരുവനന്തപുരം പട്ടണത്തെ മുഴുവനും ഗതാഗത കുരുക്കിൽ ആക്കുന്നത് കഴിവുകേട് കൊണ്ടല്ലേ? ശ്രീ ശിവൻകുട്ടി മേയറായിരുന്ന സമയത്ത് ആരംഭിച്ചതാണല്ലോ. അത് ലോകത്തിലെ ഏറെക്കുറെ എല്ലാ നഗരസഭകളും ആ പ്രശ്നം പരിഹരിച്ചിട്ടും തിരുവനന്തപുരത്തെ നഗരസഭയ്ക്ക് പരിഹരിക്കാൻ സാധിക്കാതെ കഴിവുകേടാണ്. ബഹുമാനപ്പെട്ട കൗൺസിലറിന്റെ വീട് ശ്രീ VV രാജേഷിന്റെ വീട് അതിന് തൊട്ടടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനടുത്ത് ഏതെങ്കിലും ABVPയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ? ഒരു ബോർഡെങ്കിലും, ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവിടെ ഒരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിൽ ചില ആളുകൾ സംഘടിതമായി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ABVPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യബോധമാണുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. ഒന്ന്, ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം. AKG സെന്റർ CPMന്റെ പാർട്ടി ഓഫീസാ. അതിന് പാർട്ടി ഓഫീസിന്റെ ബോർഡ് എന്താ വെക്കാത്തത്? AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന ബോർഡ് വയ്ക്കാനുള്ള തന്റെ ഇടം അവർക്കില്ല. പക്ഷേ ഇവിടുത്തെ നഗരസഭ ഇത്രയും കാലം നടപടിയെടുത്തോ? ഇത്രയും കാലം തീരുമാനിച്ചോ? ഇത്രയും കാലം എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? തിരുവനന്തപുരത്തെ 100 കണക്കിന് സ്ഥാപനങ്ങൾ ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ ഇടമുണ്ടോ? നാളെ രാവിലെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യമുണ്ടോ? പതിറ്റാണ്ടുകളായി കുടുംബ സ്വത്ത് പോലെയും പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും വിഹിതം പറ്റിക്കൊണ്ടും പൊതുമുതൽ 100 കണക്കിന് സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും പ്രവർത്തിക്കുന്നുണ്ട്. AKG സെന്റർ നാളെ ഒഴിപ്പിക്കേണ്ടി വരും ഈ നിയമം ശക്തമായിട്ട് നടപ്പിലായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഭാഗമൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മേയർ പരസ്യമായി പറയുന്നു തന്നോടൊപ്പമുള്ള ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വനിതാ കൗൺസിലറെ പരസ്യമായി കടന്നു പിടിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി BJPക്കാർ അഥവാ ABVPക്കാർ എന്ന് പരസ്യമായി പറയുന്നു. അതിൻ്റെ പേരിൽ അതേ കൗൺസിലർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് മേയർ തന്നെ പറയുന്നു. എന്നിട്ട് മേയർ പറയുന്നു പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് മേയർ പറയുന്നു, തുടർന്ന് പറയുന്നു, BJPയുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കടന്ന് അസഭ്യവർഷം ചൊരിഞ്ഞ് അവരെ പിടിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മേയർ പറയുന്നു. മേയർ ആരാണ്? CPMന്റെ നേതാവാണ്. ഇവിടെ ആരാണ് ഭരിക്കുന്നത്? CPM ആണ് ഭരിക്കുന്നത്. ഇവിടെ ആരാണ് മുഖ്യമന്ത്രി? ഇവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു വനിതാ കൗൺസിലറെ അവരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ABVPക്കാർ കടന്നാക്രമിച്ചു എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ അവരുടെ പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്ത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ അവിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് കടന്നു കയറി നിയമവിരുദ്ധമായി അവരെ മോചിപ്പിച്ചു എന്ന് പറയുന്നത് CPMന്റെ നേതാവ്, DYFIയുടെ നേതാവ്, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയറാണ്. ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് മേയർ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. മേയറല്ലേ അവർ? ഒരു കൗൺസിലറെ കടന്നാക്രമിച്ചു, അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടും ഞാൻ എന്ത് സംസാരിക്കണം സഹോദരി, ഞാൻ എന്ത് സംസാരിക്കണം തീരുമാനിക്കണം. താങ്കൾ സംസാരിക്കുമ്പോൾ പ്രായത്തെ ബഹുമാനിച്ചാണ്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മൗനമായി ഇവിടെ കേട്ടുകൊണ്ടിരുന്നതാണ്. എന്റെ രാഷ്ട്രീയം പറയാനുള്ള അവകാശം എന്റേതാണ്. ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് ഗായത്രി ബാബു എന്ന് പറയുന്ന ഞാൻ സംസാരിക്കുമ്പോഴുള്ള കഴിയില്ല. ഇത് DYFIയുടെ ഓഫീസല്ല, മേയറല്ല, ഇത് തിരുവനന്തപുരം നഗരസഭയോ അല്ല. ഇത് തിരുവനന്തപുരം നഗരസഭയോ അല്ല. അല്ല, ഞാനെന്ത് പറയണം ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ AKG സെന്ററിലെ തിട്ടൂരം മേടിച്ചിട്ടോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ തിട്ടൂരം മേടിച്ചോ ജീവിക്കുന്ന ആളല്ല. എനിക്ക് എന്റെ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ പോലീസ് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത്തരം സാമാന്യ മര്യാദകളില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കരുത്. അത് മേയർ അല്ല, ഇനി ഏത് പൊന്നുതമ്പുരാനായാലും ഇത്തരം ചർച്ചകളിൽ സാമാന്യ മര്യാദ പാലിക്കണം, ഏത് മേയറായാലും. മനസ്സിലായോ? താങ്കൾ ഇപ്പൊ ഉപയോഗിച്ച ഭാഷ മര്യാദയ്ക്ക് താങ്കൾ സംസാരിക്കണം. നഗരസഭയുടെ മേയറായി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ താങ്കൾ മര്യാദ പുണ്യാളനാണോ അല്ലെങ്കിൽ മേയറാണോ എന്നുള്ളത് ഇവിടെ ഞാൻ ഇവരാരും സംസാരിച്ചപ്പോൾ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എന്തിനായി കുട്ടി ഇടപെടുന്നത്? ഇതെന്താ മേയർ കൗൺസിലറാണെന്ന് ചോദിച്ചോ? ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ അങ്ങനെ ഇടപെടാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ജ്യോതികുമാർ, കുട്ടിയെന്നൊന്നും വിളിക്കണ്ട. ഞാൻ 23 വയസ്സ് തികഞ്ഞൊരു പെൺകുട്ടിയാണ്, നഗരസഭയുടെ മേയറാണ്, ഒരു സ്ത്രീയാണ്.
അതുകൊണ്ട് താങ്കൾ കുട്ടി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നഗരസഭയുടെ മേയറാണ്. കുട്ടിയെന്നൊന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെയായി വന്നിരുന്നു പറയുന്നത്? ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ധാരണ, ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ഈ രാജ്യത്ത്